അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താണ്, എല്ലാ മുത്തുമണീസിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ 2-3 ദിവസമായില്ലേ ഇപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പോലെ വീഡിയോ ഇടുന്നില്ല, എപ്പോഴെങ്കിലും കൂടുമ്പോഴേ വീഡിയോ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒഴിവും കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, തോൽനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കട്ട പോകണം. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് എവിടേക്കാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറുപടി കൊടുക്കുമ്പോൾ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിലിട്ട് എല്ലാവർക്കും എത്തുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ തോൽനൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോകട്ടെ. നമ്മൾ സ്ഥലം നോക്കി ആ ഭാഗത്തേക്കാണ് പോണത്. അപ്പോൾ അവൾ പറഞ്ഞു, ഒഴിവുപോലെ വാ, നിനക്ക് ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇനിയും കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വണ്ടിയിലാണ്. അപ്പോൾ ഞാനും കുട്ടികളും മാത്രമാണ് കേട്ടോ. അപ്പോൾ റിയാസ്കി ഉണ്ട്. ഞങ്ങളപ്പോൾ അവിടുന്ന് അധികം ഞാൻ വണ്ടിയിൽ പോണ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പാലം കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. വെള്ളപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, പക്ഷെ വരുമ്പോൾ നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡാം തുറന്നു വിട്ട കാരണം വരാൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വരാൻ പറ്റുമല്ലേ എന്നൊക്കെ. പിന്നെ അങ്ങനെ നെൽകൃഷി പാടങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ അവളുടെ വീടെത്തി കേട്ടോ. അപ്പോൾ അവളൊരു 10 മണിക്കൊക്കെ വരാൻ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ പോകുമ്പോൾ 12 മണിയായിട്ടോ. ഈ മക്കളിനെയൊക്കെ എടുത്ത് പോകുമ്പോൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എന്തായാലും നേരം വഴുകും. മക്കളിനായിട്ട് പോകുമ്പോൾ പിന്നെ എന്തായാലും അവൾക്ക് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അന്ന് വീഡിയോ ഇട്ടത്. ഞാൻ സ്റ്റിച്ചിങ് പറഞ്ഞാൽ നമ്മുടെ അടിപൊളി ഡ്രസ്സ്, നെയ്റ്റിൻ്റെ തുണി കൊണ്ടുള്ള ടോപ്പ് അങ്ങനെ കേട്ടോ. അപ്പോൾ പണിയൊക്കെ ഒരുവിധം ആയി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവളും നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ്. അൽഹംദുലില്ലാ അവളും ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 1 മണിയൊക്കെ ആയി. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അങ്ങനെ കഴിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ 1 മണിയല്ല 2 മണി ആയിക്കണം കേട്ടോ കഴിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ കഴിക്കുമ്പോൾ നേരമായി. പിന്നെ റിയാസ്കിയും അവിടത്തേക്കും അവളൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളും കഴിച്ച് പിന്നെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു 3-3:30 ആകുമ്പോഴാട്ടോ ഇറങ്ങിയത് നമ്മുടെ മല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ തോൽനൂർ എന്നുള്ള പേര് വരാൻ കാരണം തന്നെ ആ മലയും അവിടുത്തെ ഒരു ആളതിൽ ആ കല്ലിൽ കടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കട്ടിൽ പോലെയൊക്കെയാണ് എന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും പറയാനൊന്നും അറിയില്ല, എന്നാലും അത് ആ ഭാഗത്ത് കേട്ടോ നമ്മൾ പോകണം. അപ്പോൾ ഞാൻ അവൾ അടിക്കണ സമയത്ത് ഒരു നെയ്റ്റി ഫ്രോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്റ്റി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രോക്കാണ്. അപ്പോൾ അവൾ അരക്കൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൈയൊക്കെ ഒന്ന് വെച്ച് തന്നു കേട്ടോ അവളെനിക്ക്. നമുക്കിത് നെയ്റ്റി പോലെ യൂസ് ചെയ്യാം കേട്ടോ. അടിയിൽ ഫ്രില്ലുണ്ട്, എവിടെയും പോകുമ്പോഴും ഇടാം. അപ്പോൾ എനിക്ക് ഭംഗി കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ. 280 രൂപയ്ക്ക് അവൾ തന്നു. പിന്നെ കൈ വേറൊരു കളർ വെച്ച് തന്നു കേട്ടോ. ഇറക്കം പോരേണ്ടത് അരക്കൈ എലാസ്റ്റിക്കാണ്. പിന്നെ കഴുത്തിലൊന്നും നമുക്ക് വേണമെങ്കിൽ വെച്ച് തരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഒന്ന് എടുത്തതാട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് അപ്പം ഞാൻ നിങ്ങൾക്കും ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടേക്ക് ഈ മല കാണാൻ കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അധികം ഫേമസ് ആണോ എന്ന് എനിക്കറിയില്ല, യൂട്യൂബിലൊക്കെ അടിച്ച് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം ഞാനും ഒന്ന് കാണാം, ഏതായാലും ഇതുവരെ വന്നതല്ലേ. അപ്പോൾ അവളുടെ നാട്ടിലുള്ള ഈ സ്ഥലം അവളും കണ്ടിട്ടില്ല കേട്ടോ. അവൾക്ക് കാണാൻ പോകാനും ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാനും വന്നപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തിങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ സമയത്ത് നല്ല എന്താ പറയുക, 2 ഭാഗം നെൽകൃഷി കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ഒരുപാട് വീഡിയോ ലെങ്ത്തായാലും നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ദൂരം പോകണം കേട്ടോ. അപ്പോൾ 2 സൈഡും കാട് പോലെ ആയിരുന്നു. ഭയങ്കര പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ മണ്ണാർക്കാട് ഒരു രാജ്യങ്ങളില്ല, അതുപോലെയൊക്കെ അപ്പുറം ചെരിഞ്ഞാൽ താഴെ ഉരുണ്ട് പോവും. അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പിന്നെ എന്താ വെയിലില്ലാത്തപ്പോൾ പോകണം, അപ്പോഴേ ഭംഗി ആസ്വദിക്കാനും പറ്റും. പിന്നെ ഒരുപാട് ഇരുട്ടാവാനും പറ്റില്ല കേട്ടോ, കാരണം പേടിയാവും നമുക്ക്. അങ്ങനെ കുറേ പേര് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. സ്കൂൾ ബസ്സിലും അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് അരയണത്തിനൊക്കെ കണ്ടിട്ടോ ഞാൻ. അപ്പോൾ അതിനൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇനി വണ്ടി അങ്ങോട്ട് പോവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് വേണം അങ്ങോട്ട് മേലോട്ട് കയറിപ്പോവാൻ. അപ്പോൾ ഇത് തോൽനൂർ മല കാണാൻ വേണ്ടി വന്നതാട്ടോ. തോൽനൂർ എന്നാണ് ഇവിടേക്ക് പറയുക. ഈ തോൽനൂർ എന്ന് പേര് വരാൻ തന്നെ കാരണം ഇവിടെ ഒരു ആൾ ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ ആ പേര് വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മലയാണ്. അപ്പം ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് വന്നില്ല. റിയാസ്ക്കും ഫാത്തിമയും പകുതി ദൂരം നടന്നിട്ട് തിരിച്ചു വന്നു കേട്ടോ. അവർക്ക് പേടിയുമായി നടക്കാനും വയ്യാന്ന് പറഞ്ഞു. ഫാത്തിമക്കുട്ടി അധികം നടക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് അവളിനെ എടുത്തിട്ട് മുകളിൽ കയറാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി ജസ്റ്റ് പകുതി ദൂരം എത്തിയപ്പോഴും റിയാസ്ക്കും വയ്യ, ഫാത്തിമാക്കും വയ്യ. പിന്നെ അവർ തിരിച്ച് അവിടെ വണ്ടിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും പാടെ അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. മല കുന്നും അന്നെ
വരുന്നില്ല? എന്താ അവള് വരുന്നില്ല പറയണ? അതാണ് മക്കളെ. അങ്ങനെ ഞങ്ങള് വല എത്തി. പറഞ്ഞ ഉദ്ദേശം നീ പറഞ്ഞ സംഭവം എത്തിയാ? ചെലപ്പോ 2-3 മലയൊക്കെ വേണ്ട വേണ്ട, നിങ്ങക്ക് പറ്റുന്നത് കണ്ടിട്ട് പോവാ. ഇവിടുന്ന് നന്നായി കാണുന്നുണ്ട് അവിടക്കൊക്കെ. ഇക്കറ് സൈഡായി. നല്ല വെയിലുണ്ട് കേട്ടാ. ഇവിടെ നിൽക്കത്തില്ല, നേരെ ആ കല്ലിലിരിക്കവാ. നമ്മളിവിടെ സെറ്റില്ലേ അസീന? ഇവിടെ സെറ്റ്. ആ, വെയിലറിയിട്ട് കയറി വരുന്ന അപ്പളേ രസം. നാട്ടുകളിയാണ് പോണ്. ഓലൻ പാലം കാണാൻ വേണ്ടി വന്നാട്ടോ. പക്ഷെ നമ്മൾ കാണാൻ പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക, പേടി. അവർ രണ്ടാളും അവിടെ എത്തി, അറ്റത്തെത്തിക്കണ. പക്ഷെ ആ മല കയറുമ്പോൾ ഒരു പേടി തലയിട്ട്. അവരവിടെ എത്തിയില്ലേ? അതോ കെട്ട് നിൽക്കണ രണ്ടാള് അവിടെ എത്തി. അടിപൊളി. നീ ഇന്ന് കേറിയിട്ട മക്കളെ. എന്താ ഇവിടെ അസീന പേര് പറയാ? ഇവിടക്ക് തോലനൂര് മല, പിന്നെ തോൽപ്പാല. ഇതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും. നോക്ക്, പാമ്പുണ്ടാവോ? ശരി, നോക്കി വരി. റൈസനല്ലേ ഓടണ്ട, ഇറക്കി പിടിക്ക. ഓ, ഇവിടുന്ന് എല്ലാം കാണാൻ പറ്റും. ഇതാണ് മക്കളെ തോൽനൂര് പാലം. തോൽനൂര് കുന്ന്, കട്ടിലൊക്കെ ഉണ്ട് ഇവിടെ. വൈകിട്ട് വന്ന സുഖമായി കിടന്നുറങ്ങല്ലേ? ഇതാണ് നമ്മൾ കാണാത്തൊരു കുന്ന്. ഇവിടെ ഒരു സൂലൊക്കെ ഉണ്ട് കേട്ടാ. കല്ല്. ഇതാണ് കട്ടില് പറഞ്ഞീ. ഇതിന്റെ ഇടയിൽ ഇതാണ് സൂലല്ലേ? പാറ കൊണ്ടുള്ള കട്ടിൽ. പൊളിഞ്ഞിരിക്കണം. തണുത്ത വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് വെയിലും കൊണ്ടിട്ട് പോയി കയറണ്ട. അങ്ങോട്ട് വരി. അതാ അതിന്റെ മുകളിൽ വെള്ളം നിൽക്കണേണ്ടാ. അവിടെ കല്ലൊക്കെ ഉണ്ട് അല്ലേ? ഇനിയും കയറുകയൊക്കെ ചെയ്യാ. അതിനേക്കാളും പേടിച്ചിട്ട് വന്നിട്ട് അത് പേടുത്തൂര്. അത് മടിയനാണ്, കേറൂല. അയ്യ, ഇനി പോണ്ട മോളെ. ഡപ്പയാ? അത്രയും വണ്ടിയൊക്കെ പോണ്ടില്ലേ? നമ്മള് വന്ന സ്ഥലം ഇല്ലല്ലോ അത്. ഈ വഴി നമ്മള് വന്ന് അല്ല, ഇപ്പുറത്തെ വഴി. അടിപൊളി ഇട്ട സ്ഥലം. ഇവിടെ നിന്ന് നോക്കുമ്പോ എല്ലാം കാണുന്നുണ്ട് അല്ലേ? അതല്ല റോഡ്. വാ അച്ചുകുട്ടി, ഇനി പോവുക. കുന്ന് കയറാൻ വയ്യ. കാണട്ടെ വീഡിയോ ഒക്കെ അല്ലേ? സ്ഥലമൊക്കെ എല്ലാവരും കറക്കട്ടെ. ഒരു വെയിലത്ത് വന്ന കാരണം അധികം നേരം നിൽക്കണില്ല. നമ്മുടെ കട്ടിലാട്ടോ, ആ കാണുന്നതൊക്കെ കട്ടിൽ എന്നാ പറയുന്നവര്. നല്ല കാലൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഇടസൂലുണ്ട്. നല്ല അടിപൊളി കേട്ടോ കടക്കാൻ. പക്ഷെ വെയിലില്ലാത്തപ്പോൾ വന്നാൽ നമുക്ക് ഇരിക്കാം കേട്ടോ, കാറ്റ് കൊണ്ടിട്ട്. പക്ഷെ ഞങ്ങൾ ദൂരം അധികം അതുകൊണ്ട് നേരത്തെ വന്നതിനെ കുറച്ച് വെയിലായിപ്പോയി. അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നല്ല സ്ഥലം കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ വെയിലില്ലാത്തപ്പോൾ വന്നാൽ അടിപൊളിയായിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ചേട്ടാ, പിന്നെ വീട്ടിൽ പോയിട്ട് കാണാം. നല്ല വെള്ളതാഹട്ടാ, ചൂടൊക്കെ ഉള്ളതുകൊണ്ട് മലയും കുന്നൊക്കെ അല്ലേ. ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ മല കയറി കാണാൻ വരുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ നാടായതുകൊണ്ട് വന്നതെന്ന് മാത്രം. പിന്നെ നമ്മൾ സ്ഥലം നോക്കിയതും ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാ കേട്ടോ. പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ല നെൽകൃഷിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. കൊയ്ത്
ഇതാക്കി വെച്ചിട്ടാണ്. പിന്നെ ഒറ്റക്കൊന്നും വരാൻ പറ്റില്ല, കൂടെ ആരെങ്കിലുമൊക്കെ വേണം. നമ്മൾ ആദ്യം വന്ന് അതാദ്യം ചാടിയിട്ട് നോക്കി വെച്ചിട്ട് കയ്യർത്തി പിടിച്ചോ. അപ്പോൾ ഗൈസ് ഞങ്ങളെല്ലാവരും തിരിച്ചു പോവുകയാണ്. ഇനി വീടെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സ്ഥലം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഇടുക എല്ലാവരും. വീഡിയോ നിങ്ങൾക്കും കൂടി വേണ്ടി കേട്ടോ, കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പാടുപെട്ട് വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് എൻ്റെ കൈ പിടിക്കടി. അപ്പോൾ ഞാൻ ഇനി വീഡിയോ വീട്ടിൽ പോയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഒരു ബോസ് തരുമോ പ്ലീസ്? ഒരു ബോസ് തരുമോ? ഒരു ബോസ് തരൂ. പിന്നെ നമ്മൾ അവിടുന്ന് വന്ന ശേഷം നമ്മൾ ഇവിടെ തോൽനൂർ സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അവൾ പഠിച്ച സ്കൂളാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ. തോൽനൂർ സ്കൂളാണിത്. സ്റ്റേഡിയം കെട്ടുക കേട്ടോ. ഒരു ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്റ്റേഡിയം കെട്ടുകയാണ്. അപ്പോൾ ഇതാണ് ബിൽഡിങ് കേട്ടോ. സ്കൂളിൻ്റെ പഴയ ഭാഗം പൊളിഞ്ഞ് വീണിട്ട് പുതിയതൊക്കെ കെട്ടുക കേട്ടോ. അപ്പോൾ അവൾക്ക് പഠിച്ച സ്കൂളൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൽ കൂടെ ഒന്ന് വന്നതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടെ സ്ഥലം മേടിച്ച് ഇവിടെ സെറ്റിലാവുകയാണെങ്കിലും ഈ സ്കൂളിൽ തന്നെ ചേർത്തേണ്ടി വരും കുട്ടികളൊക്കെ. അപ്പോൾ സ്കൂളും മദ്രസയും എല്ലാം അടുത്തുണ്ട് കേട്ടോ. നമുക്ക് അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്ഥലം കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാവരും നമ്മൾ ആ സ്ഥലം വാങ്ങാൻ നോക്കണ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിക്കുക കേട്ടോ. പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വാങ്ങിച്ചാൽ നല്ലൊരു ഇതാട്ടോ. എല്ലാം കൊണ്ട് സ്കൂളും മദ്രസയും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് പൊളിഞ്ഞ് അപ്പുറത്ത് ഒരു കെട്ടിടം പൊളിയാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കെട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ കുന്നിൻ്റെ മേലെ നോക്കുമ്പോൾ ഇത് കാണുന്നുണ്ട് കേട്ടോ, വാട്ടർ ടാങ്ക്. അങ്ങനെ ഞങ്ങൾ ഇതും കണ്ട് അങ്ങനെ നേരെ അവളുടെ വീട്ടിൽ കേട്ടോ പോയത്. അവിടെ പോയി വെള്ളമൊക്കെ കുടിച്ചു, ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകും. ഇനി അധികം നേരം നിൽക്കില്ല കേട്ടോ. അപ്പോൾ സ്കൂളും നല്ല വലിപ്പമുണ്ട്, കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സ്കൂളിൻ്റെ ചുറ്റുഭാഗം നല്ല ഇതുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനൊക്കെ. അപ്പോൾ പിന്നെ ഇതാണ് കേട്ടോ ഗ്രൗണ്ട്. ഫ്രണ്ട് ഭാഗം സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമ്മൾ ആ സ്റ്റെപ്പ് ബാക്ക് വഴി വന്ന് പിന്നെ അങ്ങനെ സ്റ്റെപ്പ് കൂടെ ഇറങ്ങി കേട്ടോ. പിന്നെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പിന്നെ അവർ പാർക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തൊരു കട ഉണ്ടായിരുന്നു കേട്ടോ. കടയിൽ കുട്ടികൾക്കുള്ള ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ ആളുടെ വീട്ടിലേക്കാട്ടോ പോയത്. ഇതാട്ടോ അവൻ്റെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, എല്ലാ കളിക്കുന്ന സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. ചെറുങ്ങനെ ഒരു പാർക്കുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കുക, വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും.